ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന SKN40 കേരള യാത്രയുടെ രണ്ടാം ഘട്ടത്തിന് തൃശൂരിൽ തുടക്കം. ലഹരി വിരുദ്ധ യാത്രയുടെ ഭാഗമാകാൻ 100 കണക്കിന് ജനങ്ങളാണ് ഒഴുകിയെത്തുന്നത്. രണ്ടാം ഘട്ട പര്യടനത്തിന് പൂരനഗരിയിൽ ആവേശോജ്വല തുടക്കം. തെക്കേ ഗോപുരനടയിൽ നിന്ന് ആരംഭിച്ച യാത്രയിൽ 100 കണക്കിന് ആളുകൾ പങ്കാളികളായി. ഇത്രയും വലിയൊരു പരിപാടി നാടിന് വേണ്ടി ചെയ്യുമ്പോൾ, ലഹരിക്കെതിരായിട്ട് ചെയ്യുമ്പോൾ അത് നമ്മളതിൽ പങ്കാളിയാവാണ്. ഇതിൽ ഞാനൊരു ഫസ്റ്റ് പ്രൈസ് ആക്കി കൊടുക്കുന്നത്. അതെ, നോ MDMA, നോ അക്രമം, നോ രാസലഹരി. യാത്രയ്ക്ക് പിന്തുണയുമായി മന്ത്രി കെ രാജൻ. മലയാള മനസ്സാക്ഷി ഒരുമിച്ച് ഉണർന്നെഴുന്നേറ്റ് മറ്റേതിനേക്കാൾ വലിയൊരു സമരം ഇന്ന് ഒരു ജീവിത സമരം പോലെ ഏറ്റെടുക്കേണ്ടത് ഈ ലഹരിക്കെതിരായിട്ടുള്ള വലിയ മുന്നോട്ട് പോക്കായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അതിന് ഗവൺമെൻറ് ആകാവുന്ന ശ്രമങ്ങളെല്ലാം നടത്തുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ് കൊണ്ട് മാത്രം തീർക്കാവുന്ന ഒരു പ്രശ്നമേ അല്ല ഇത് പൊതുജനം ഏറ്റെടുക്കണം. ആ പൊതുജനം ഏറ്റെടുക്കുന്നതിന് ആളുകളെ കൂട്ടാൻ ഞാൻ കഴിഞ്ഞ കുറേ ദിവസമായി രാവിലെ ഇത് കാണുകയായിരുന്നു. ജനങ്ങളെ കൂട്ടാനും അവരെ ബോധവൽക്കരിക്കാനും അവരെ ഇത്തരം ചില പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരാനും കഴിയുന്ന വിധത്തിലുള്ളൊരു യാത്രയാണ് ഈ യാത്ര. ഈ യാത്രയ്ക്ക് എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നുണ്ട്. 24ന്റെ ഇടപെടലുകൾക്ക് അഭിനന്ദനമറിയിച്ച് ഹരിശങ്കർ IPS. മാധ്യമങ്ങളുടെ റോള് വളരെ വലുതാണ്. പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളുടെയും സാമൂഹിക മാധ്യമങ്ങളും ഇക്കാലത്ത് വലിയ രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ആണ് ജനങ്ങളിൽ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ഒരു ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കാനും വളരെ ലാഘവത്തോടെ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളിലെയും ദീർഘകാല ഇമ്പാക്റ്റ് നമ്മുടെ ആരോഗ്യത്തിലും ഒപ്പം സമൂഹത്തിലും അതോടൊപ്പം തന്നെ നാഷണൽ ലെവലിലും ഉണ്ടെന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു വലിയ ഒരു ഇനിഷ്യേറ്റീവാണ് 24 ന്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പോലീസിന്റെ എല്ലാവിധ സപ്പോർട്ടും ഇക്കാര്യത്തിൽ. അക്കിക്കാവ് റോയൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ലഹരി വിരുദ്ധ യാത്രയുടെ ഭാഗമായി. വളരെ അപകടം പിടിച്ചൊരു കാലത്ത് നമ്മൾ ജീവിക്കുന്നു. നിങ്ങൾ കാറിൽ സഞ്ചരിക്കുമ്പോൾ വണ്ടി എവിടെയെങ്കിലും പോയി തട്ടിയാൽ നിങ്ങൾ ഇറങ്ങി എന്തിന് എൻ്റെ വണ്ടി കൊണ്ട് തട്ടിയെന്ന് ചോദിക്കരുത്. കാരണം MDMA കഴിച്ചു വരുന്നവൻ ഡ്രൈവ് ചെയ്ത് വരികയാണെങ്കിൽ അവൻ്റെ കയ്യിൽ കത്തി കാണും. അപ്പം നമുക്ക് ആരാണ് ശത്രു, ആരാണ് മിത്രം എന്ന് പോലും അറിയാത്തൊരു കാലത്ത് നമ്മൾ ജീവിക്കുകയാണ്. വൈകുന്നേരം എങ്കക്കാട് നടക്കുന്ന ജനകീയ സദസ്സോടെ തൃശൂർ ജില്ലയിലെ രണ്ടാം ദിന പര്യടനം അവസാനിക്കും. ഒന്നാം ഘട്ട പര്യടനത്തിൽ നിന്ന് ലഭിച്ച ജനകീയ പിന്തുണയും കരുത്തും ഇന്ധനമാക്കിയാണ് യാത്ര തുടരുന്നത്. 24 തൃശൂർ.